ഹലോ, വെൽക്കം ടു ഗോവിന്ദ് കാർ യൂസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബലേനോ റീസെൻ്റ്ലി ഒരു ഫേസ് ലിഫ്റ്റ് ഇറക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്ന് നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഫ്രണ്ട് പ്രൊഫൈലിൽ വരുന്നത്. നമുക്ക് ലാസ്റ്റ് ബലേനോ അഥവാ ഇതുവരെയായിട്ടുള്ള ബലേനോ വരുന്നത് 2022 മോഡലാണ്. അപ്പോൾ 4 വർഷമായിട്ടാണ് ഇനി വന്ന ഫേസ് ലിഫ്റ്റ്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹെഡ്ലൈറ്റ് വരുന്നത് സെയിമാണ്, നോർമൽ പണ്ടത്തെ ബലേനോയുടെ തന്നെയാണ്. സൈസ് കമ്പാരിറ്റിവിറ്റി നമുക്ക് അത്യാവശ്യം വിത്തുണ്ട്. പണ്ടത്തെ ബലേനോ അഥവാ 2016 ഇറങ്ങിയ ഫസ്റ്റ് ജെൻ ബലേനോയുടെ സൈസിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഈ ഫേസ് ലിഫ്റ്റിൽ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് കണക്റ്റഡ് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് DRL വരാൻ ഒട്ടും ചാൻസ് കുറവാണ്. അതിൻ്റെ നടുക്കും ക്രോമി എലമെൻറ്റ് കാണാം. ഇതിനകത്ത് പിന്നെ ഫോഗ് ലാമ്പ് വരുന്നത് കാണിക്കുന്നില്ല, പക്ഷേ ഉറപ്പായിട്ട് ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് വരുന്നത് നമുക്ക് LED ആണ്. നമുക്ക് ഇത് ഹൈ ബീമും ലോ ബീമും ഡിമ്മിങ് ഓപ്ഷൻസൊക്കെ കൊടുത്തുള്ള ഈ ഒരു ബലേനോയുടെ തന്നെയാണ് വരുന്നത്. നമുക്ക് പിന്നെ ആ ഒരു ബലേനോയുടെ ബമ്പറിൽ വ്യത്യാസമുണ്ട്. ഇപ്പം കാണുന്ന ബലേനോയുടെ സെയിം വലിപ്പവും സെയിം വിത്തും ലെങ്ത്തും ഒക്കെയാണ് ഇതും ഈ വരാൻ പോകുന്ന ഫേസ് ലിഫ്റ്റിന്. ഈ ബലേനോയ്ക്കകത്ത് കാണിക്കുന്ന പോലെയാണ്. ഇനി നമുക്ക് ബാക്ക് പ്രൊഫൈലിലേക്ക് വരാം. ഇതാണ് ബാക്ക് പ്രൊഫൈലിൽ വരുന്നത്. നമുക്ക് പ്രത്യേകിച്ച് പുതിയ മാറ്റമൊന്നും വന്നിട്ടില്ല. സെയിം ഡിസൈന്. ഷാർക്ക് ഫിനാൻ്റെ കൊടുത്തിട്ടുണ്ട്. സ്പോയിലർ കൊടുത്തില്ല, ബോഡി പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. വൈപ്പർ കൊടുത്തിട്ടുണ്ട്, ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, നമുക്ക് ഈ വാഹനത്തിനകത്ത് 360 ഡിഗ്രി ക്യാമറ വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക് ലൈറ്റും ഒക്കെ LED ആണ് വരുന്നത്. ഇൻഡിക്കേറ്ററും റിവേഴ്സ് ക്യാമറയും ഹാലജനാണ്. നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. വേറെ ഇൻറ്റീരിയേഴ്സിൽ ഒന്നും കിട്ടിയിട്ടില്ല. ആകെ നമുക്ക് വിക്ടോറിയസിൽ വരുന്ന ഒരു 10 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വന്നേക്കുന്നത്. ആകെ കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ. പിന്നെ ഇതിനകത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട് ലോഞ്ചിങ് പറയുന്നത്, ഒഫീഷ്യലി സുസുക്കി പറയുന്നത് സെപ്റ്റംബർ 5-നാണ് ഇതിൻ്റെ ലോഞ്ചിങ് എന്ന് പറയുന്നത്. പഴയ ബലേനോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് സുസുക്കി ഒരു ഒഫീഷ്യൽ ഇങ്ങനെ കോമ്പൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിത് കാണുമ്പം ഫ്രണ്ടിൽ നമുക്ക് ബലേനോ, പക്ഷേ ഗ്രില്ലിലും അവിടെ ഇവിടെ മാറ്റി വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ സജഷൻ അഥവാ എനിക്ക് വേണ്ട ബലേനോ കൊടുക്കായിരുന്നു എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് മെയിൻ വരുന്നത്, ഈ കഴിഞ്ഞ ബലേനോയിൽ നമുക്ക് നോർമൽ ആൻറ്റീന വരുന്നത് ഒന്ന് ഷാർക്ക് ആൻറ്റീന ആയിരുന്നു. അതിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ വേണ്ടത് ഫ്രണ്ടിലെ വെൻറ്റിലേറ്റഡ് സീറ്റ് കൊണ്ടുവരായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ സെഗ്മെൻറ്റിൽ പെടുന്ന i20-ക്കൊക്കെ സൺറൂഫ് ഉണ്ട്, ഡിസയറിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ കൊണ്ടുവരാമെന്ന് എൻ്റെ ഒരു സജഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിയർ ഒരു ആം റെസ്റ്റ് കൊടുക്കായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അവിടെ ഇവിടെ ചെയ്യായിരുന്നു. പിന്നെ ഇൻറ്റീരിയർ കളർ അറിയത്തില്ല, പിന്നെ എൻജിൻ സെയിം ആണോ എന്ന് അറിയത്തില്ല. അതൊക്കെ നമുക്ക് സെപ്റ്റംബർ 5-ന് നമുക്ക് റിവ്യൂ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇപ്പോഴത്തേക്കും ബൈ ആൻഡ് താങ്ക് യു. ലൈക്ക് ആൻഡ് സബ്.